ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഈ ലോൺ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫിനാൻസ് നോക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഭീഷണിയാകുന്ന കുറച്ച് കാര്യങ്ങളാണ് സിബിൽ സ്കോർ, ലയബിലിറ്റി, ബാങ്കിങ്, നെഗറ്റീവ് പ്രൊഫൈൽസ്. ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവ് സിബിൽ സ്കോർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ബാങ്ക് നോക്കും. ബാങ്ക് ആയാലും NBFC ആയാലും നോക്കും. അപ്പൊ ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ സംസാരിച്ച രണ്ട് മൂന്ന് NBFC, രണ്ട് മൂന്നല്ല, രണ്ട് NBFCയുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുളവാക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല സുഹൃത്തുക്കളും ലോണിനായിട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും പല സുഹൃത്തുക്കളും ലോണിനായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് ഈ സിബിലിന്റെ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ ലയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ലോൺ കിട്ടുന്നില്ല. അപ്പോ എന്താ പറയുന്നത്, ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാലറി കയ്യിൽ വരുന്ന ആൾക്കാർക്ക്, സാലറി ക്യാഷ് ആയിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് ചില ബാങ്കുകൾ ലോൺ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ലോൺ ചെയ്യാം, അതേപോലെ തന്നെ സിബിൽ കുറവുള്ളവർക്ക് ഏത് ഫിനാൻസ് ആണ് ലോൺ കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവരുടെ രണ്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അവരുടെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് സംസാരിച്ചു. അവർ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോടുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾ പാതി വഴിയിൽ നിർത്തിയിട്ട് പോകരുത്, പിന്നെ കൺഫ്യൂഷൻ ആകും, ആകെ എന്താ പറയുക, ചളക്കുളമാകും. അപ്പൊ ഈ വീഡിയോ ഇങ്ങനെയുള്ളവർ കാണാതിരിക്കുക. നമ്മളൊരു 2-3 വർഷം മുമ്പ് ലോൺ എടുത്തു, അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ EMI ഡ്യൂ ആണ്, ഒന്നും ചെയ്തിട്ടില്ല, ഒരു 10 സെറ്റിൽമെന്റ്, 10 ക്രെഡിറ്റ് കാർഡ് ഡ്യൂ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു ബാങ്ക് പോലും ലോൺ കൊടുക്കില്ല. അവരൊക്കെ അടച്ച് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും ബാങ്കുകൾ അവർക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടീംസുകളെല്ലാം ഇന്ന് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാ, നിങ്ങളുടെ സമയം പാഴാക്കരുത്. അപ്പൊ ഞാൻ സംസാരിച്ച രണ്ട് ഫിനാൻസ് ആണ്, ഒന്ന് മുത്തൂറ്റ് റെഡ്. അപ്പൊ ഇവർ പറയുന്നത്, ഇപ്പൊ നമ്മളെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു എന്താ പറയുന്ന ഒരു ഭൂമി വാങ്ങി ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ വീടിന്റെ റിനോവേഷനോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിനോ വേണ്ടി പല ബാങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്നില്ല, കാരണം സിബിൽ സ്കോർ ഇല്ല, ലയബിലിറ്റി ഇല്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആകുന്നുണ്ട്. ചില ബാങ്കുകൾ എന്താ പറയുക, ഒരു ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് സ്കൂട്ടർ കയറുന്ന വഴിയിൽ ലോൺ ചെയ്യില്ല. അവർക്ക് 4 വീലർ തന്നെ അവിടെ കയറണം, എന്നാലേ ലോൺ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവർക്കും നമ്മുടെ ഈ ഒരു ഫിനാൻസ് മുത്തൂറ്റ് റെഡ് ലോൺ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ മുഴുവൻ പറയാൻ മീൻസ് ഇത് മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞത്, ഇവിടെ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ എറണാകുളം, അതായത് എറണാകുളത്തിന് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലെ ഇവർ ചെയ്യുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ഏത് തരം ലോണുകളും സിബിൽ കുറവായാൽ പോലും അവർ ചെയ്യുന്നതാണ്. ചില ബാങ്കുകൾ ക്യാഷ് സാലറി അക്കൗണ്ടിൽ വരാത്തത് കൊണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട്, അതും ഇവർ ചെയ്യുന്നതാണ്. പിന്നെ 2 വീലർ കയറുന്ന വഴി ആയതുകൊണ്ട് റിജക്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. അങ്ങനെയുള്ള ലോണുകൾ ഇവർ ചെയ്യുന്നതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞതെന്നല്ല, അവർ ചെയ്യും. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്നല്ല, ബന്ധുക്കൾക്കോ ലോൺ ആവശ്യമാണെങ്കിൽ, അതായത് ഹൗസിംഗ് ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, ഹൗസ് റിനോവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലോൺ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് പറയുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ പറഞ്ഞുതരാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. സാധാരണ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ആധാരം, മുന്നാധാരം, വീടിന്റെ സ്കെച്ചും പ്ലാനും, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും ഈ ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിക്കും ഹൗസിംഗ് ലോണിനും എല്ലാം സാധാരണ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിലെന്തെങ്കിലും ഡീവിയേഷൻസ്, കുറച്ചുകൂടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഡോക്യുമെന്റ്സ് കൂടെ കാണും, അതെല്ലാം ഞാൻ വാട്സാപ്പിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ലാൻഡ് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അത് ഓക്കെ. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുക. സിബിൽ ഇല്ലാത്തവർ ആരെങ്കിലും ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിനോ ഹോം റിനോവേഷനോ അങ്ങനെ വീടുമായി സംബന്ധിച്ച് എന്തെങ്കിലും ലോൺ, ടോപ്പ് അപ്പ് ലോൺ അല്ലെങ്കിൽ റീഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോണുമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പർ അവരിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൗസിംഗ് ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, റിനോവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ പേഴ്സണൽ ലോൺ അല്ല. ഇനി രണ്ടാമത്, യൂസ്ഡ് കാർ ലോൺ. ഈ യൂസ്ഡ് കാർ ലോൺ എന്ന് വെച്ചാൽ ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിയെക്കാട്ടിയും കുറച്ചുകൂടി സ്ട്രിക്ട്ലി അവർ സിബിൽ നോക്കുന്നു. എന്നാൽ അത്രത്തോളം സിബിൽ നോക്കാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് ഇക്വിറ്റാസ് ഫിനാൻസ്.
അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇവർക്കും സിബിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സിബിൽ മീൻസ് എന്താ സെറ്റിൽമെന്റോ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പൊ അങ്ങനെയാണല്ലോ, സെറ്റിൽമെന്റ് ഒരുപാട് വരുന്നുണ്ട്. അത് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലോൺ ഈ ഒരു സെറ്റിൽമെന്റിന് ശേഷം ഒരു പേഴ്സണൽ ലോണോ ഒരു കാർ ലോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോം ലോണോ ക്രെഡിറ്റ് കാർഡോ എല്ലാം ക്ലിയർ ആയിട്ട് ഒരു വർഷമെങ്കിലും പേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ എന്താ പറയുന്ന കാർ ലോൺ പർച്ചേസ് അങ്ങനെ എന്നും അവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രാക്ക് പക്കയായിരിക്കണം. അപ്പൊ അതിനും കുറച്ച് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഉണ്ട്. എറണാകുളത്തിൽ നിന്നും അവർ പറയുന്നത് എന്താ പറയുന്നത് 75 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഞാൻ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ ഡോക്യുമെന്റ്സ് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു കാർ പർച്ചേസിനാണെങ്കിൽ വേണ്ട ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അറിയാം. എടുക്കുന്ന ആളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ വണ്ടിയുടെ ആർസി, ഇൻഷുറൻസിന്റെ കോപ്പി, പിന്നെ കരമടച്ച രസീത്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഈ ഈ മുതലാളിക്ക്, നമ്മൾ വണ്ടി എടുക്കുന്ന മുതലാളിക്ക് ഏതെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്ന് അവരുടെ ട്രാക്ക് അന്നു മുതൽ ഇന്ന് വരെ എത്ര ലോൺ അടച്ചു, ഇനി എത്ര അടയ്ക്കാനുണ്ട് എന്ന ട്രാക്കും കാര്യങ്ങളൊക്കെ എടുപ്പിക്കും. ട്രാക്ക് അറിയാമല്ലോ, കാരണം നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാങ്കിൽ ഇരിക്കുന്ന വണ്ടിയാണെങ്കിൽ അത് പെട്ടെന്ന് തരില്ല. ആ ബാങ്കിലേക്ക് നിങ്ങൾ ലോൺ എടുക്കുന്ന ബാങ്കിൽ നിന്നും കുറച്ച് ആ പൈസ ഫുൾ അവിടെ അടയ്ക്കണം. അതിനുശേഷം അവിടുത്തെ NOC അല്ലെങ്കിൽ ആ ഒരു സ്ലിപ്പ് കൊണ്ട് ഈ ഒരു പുതിയ ലോൺ എടുക്കുന്ന ബാങ്കിൽ കൊടുക്കണം. എന്നാൽ അതിനുശേഷം മാത്രമേ ഈ കാറിന്റെ ഓണറിന്റെ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക എന്നല്ല, ബാക്കി തുക ക്രെഡിറ്റ് ആകുകയുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇപ്പൊ സ്വന്തം കാറാണെങ്കിൽ കുഴപ്പമില്ല. റീഫിനാൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതില് സിബിൽ വേണ്ട. പക്ഷെ സിബിൽ വേണമെന്നുണ്ടെങ്കിലും കുറച്ച് എന്താ പറയുന്ന ആ ഒരു റൂൾസ് ഉണ്ട്. ഇത്ര ചുറ്റളവിൽ ആ ബാങ്കിനെ ചുറ്റിപ്പറ്റി ഇത്ര കിലോമീറ്ററിലേ ചെയ്യുകയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ലോൺ ആണെങ്കിലും ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും അങ്ങനെ ചെയ്യുകയുള്ളൂ. കാർ ലോൺ ആണെങ്കിലും ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അവർ നോക്കും. ഇത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരും കേട്ടോ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു തോന്നി, ഈ സെറ്റിൽമെന്റ് ഒക്കെ ഉള്ളവർക്ക് ലോൺ കൊടുക്കാൻ പല ബാങ്കുകളും മടിക്കും. പക്ഷെ ആ സെറ്റിൽമെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചെറിയ ലോണെങ്കിലും നല്ല ട്രാക്കിൽ പോകുന്നെങ്കിൽ അവർ അതിന്റെ ബേസിൽ ചെയ്തു തരും. മനസ്സിലായല്ലോ. അപ്പൊ ദയവ് ഇത് എന്താ പറയുന്നത്, സിബില് ചള്ളകുളമായി കിടക്കുന്ന ആൾക്കാരൊന്നും കോണ്ടാക്ട് ചെയ്യരുത്. ഈ ചള്ളകുളം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ഒരു 3 ലോൺ കാണും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് കാണും, അല്ലെങ്കിൽ ഒരു കാർ ലോൺ കാണും, ഒരു പേഴ്സണൽ ലോൺ കാണും. അന്ന് മുതൽ ഇന്ന് വരെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അടച്ചാണ്. ബാക്കി ബാങ്കുകാരെ വിളിച്ച് വീട്ടിൽ വരിക, അത് പിന്നെ സെറ്റിൽമെന്റ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു ബാങ്കും ചെയ്യില്ല. അത് അടച്ച് 5 വർഷം കഴിയാതെ തന്നെ. ഓക്കെ. അപ്പൊ ഇത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവിന് വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കണം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ റീഫിനാൻസ് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഒരുപാട് സിബിൽ ഇഷ്യൂ ഉണ്ട്. സിബിൽ ഇല്ലാതെ ചെയ്യുന്ന ഏതെങ്കിലും ബാങ്കുകളുണ്ടോ? അല്ലെങ്കിൽ കാറും സെയിം ആണ്. ഒരു കാർ മേടിക്കണം. അച്ഛന് വയ്യാത്തതാണ്, ഇച്ചിരി എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ യൂബർ വിളിച്ചുകൊണ്ട് എന്നും പോകാൻ പറ്റില്ല, ആ പൈസയ്ക്ക് ഒരു കാർ മേടിച്ച് കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ലോണാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഹൗസിംഗ് റിലേറ്റഡുമായിട്ടുള്ള ലോണും അതുപോലെ തന്നെ കാർ ലോണും. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ പേഴ്സണൽ ലോണ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സിബിൽ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഏത് ബാങ്കിൽ ചെയ്യും, എന്താണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് ഇനിയുള്ള വരുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് ഈ ഒരു വീഡിയോ ചളകുളമാക്കുന്നില്ല. അതുകൊണ്ടാണ്.